ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളോട് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും യോജിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ഞാൻ വാദിക്കാനായിട്ടൊന്നും വരുന്നില്ല. എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് ശരിയായിട്ട് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഇത് കേട്ട് കഴിഞ്ഞിട്ട് ഇത് ശരിയല്ല എന്നാണ് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളിത് മൈൻഡ് ചെയ്യേണ്ട, വിട്ട് കളഞ്ഞാൽ മതി. അപ്പോൾ ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. നിങ്ങൾ ട്രേഡിങ് തുടങ്ങിയിട്ടുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾ ഇപ്പോഴും ഏത് ട്രേഡിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്യണം എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഏത് ട്രേഡിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ ട്രേഡിംഗ് സ്ട്രാറ്റജീനെ കുറിച്ച് യൂട്യൂബിൽ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വീഡിയോസ് ട്രേഡിംഗ് സ്ട്രാറ്റജീസിനെ കുറിച്ച് അവൈലബിൾ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ട്രേഡിംഗ് പഠിക്കാനായിട്ട് വല്ല കോഴ്സുകളിൽ ചേർന്ന് കഴിഞ്ഞാൽ അവരും പഠിപ്പിച്ചു തരും നമുക്ക് കുറേയധികം ട്രേഡിംഗ് സ്ട്രാറ്റജീസ്. അപ്പോൾ ഈ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം ഉണ്ടാവും. നിങ്ങൾ ഓരോ സ്ട്രാറ്റജി യൂസ് ചെയ്യുമ്പോഴും അത് വർക്കാവില്ല, അത് കഴിയുമ്പോൾ നിങ്ങൾ അടുത്ത സ്ട്രാറ്റജിയിലേക്കും, അത് വർക്കാവില്ല, അത് കഴിയുമ്പോൾ അതിൻ്റെ അടുത്തേക്കും, ഇങ്ങനെ നിങ്ങൾ കുറേ അധികം സമയം ഓൾറെഡി വേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഇതിൻ്റെ പിന്നാലെ നടന്നിട്ട്. ഞാനും ആദ്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്ന സമയത്ത് യൂട്യൂബ് വീഡിയോസ് കണ്ടും കോഴ്സുകൾ കുറേ അധികം അതിൽ പൈസ കളഞ്ഞിട്ടൊക്കെ ഞാൻ അവസാനമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഞാൻ വർഷങ്ങൾ ചിലവാക്കി കുറേ അധികം പൈസയും കളഞ്ഞിട്ട് മനസ്സിലാക്കിയൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ഏത് ട്രേഡിംഗ് സ്ട്രാറ്റജി എടുക്കുന്നു എന്നുള്ളതിലല്ല കാര്യം, ആ ഒരു സ്ട്രാറ്റജീനെ എങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് ഈ ഒരു സ്ട്രാറ്റജി വർക്കാവോ ഇല്ലയോ എന്നുള്ളൊരു റിസൾട്ട് ഇരിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വേഗം മനസ്സിലാവാനായിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എൻ്റെ ഒരു ഫ്രണ്ട് ടെക്സ്റ്റൈലിൻ്റെ ബിസിനസ് നടത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ ബിസിനസ് ഏറ്റെടുത്തത് വേറൊരാളുടെ കയ്യിൽ നിന്നാണ്. അപ്പോൾ ഈ ഏറ്റെടുക്കുമ്പോൾ ആ ബിസിനസ് നഷ്ടത്തിലായിരുന്നു, അതുകൊണ്ടാണ് ആ ബിസിനസ് വിറ്റ് കളയാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ എൻ്റെ ഈ ഫ്രണ്ട് ഈ ബിസിനസ് ഏറ്റെടുക്കുമ്പോൾ ഈ നഷ്ടത്തിലായിരുന്ന ബിസിനസ് ഏറ്റെടുത്തിട്ട് അതിപ്പോൾ നല്ല രീതിയിൽ ലാഭത്തിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബിസിനസ്സിനാണോ കുഴപ്പം? അല്ല, ബിസിനസ്സിനല്ല ഇവിടെ കുഴപ്പം. കാരണം എൻ്റെ ഫ്രണ്ട് ചെയ്യുമ്പോൾ ആ ബിസിനസ് പ്രോഫിറ്റബിൾ ആണ്, അത് മറ്റേ ആൾ ചെയ്തിരുന്നപ്പോൾ ആ ബിസിനസ് നഷ്ടത്തിലായിരുന്നു. അപ്പോൾ അത് ബിസിനസ്സിൻ്റെ കുഴപ്പമല്ല, ആ ബിസിനസ് എങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് ആ ബിസിനസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ആ ബിസിനസ് പ്രോഫിറ്റബിൾ ആയേനെ. അപ്പോൾ ട്രേഡിംഗ് സ്ട്രാറ്റജീസും അതേപോലെ തന്നെയാണ്. നമ്മൾ ഏത് സ്ട്രാറ്റജി എടുക്കുന്നു എന്നുള്ളതിലല്ല കാര്യം, അത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് അതിൻ്റെ ഒരു സക്സസ് ഇരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചോദ്യം വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മളൊരു ട്രേഡിംഗ് സ്ട്രാറ്റജി ചൂസ് ചെയ്യുക, എങ്ങനെയാണത് ഉപയോഗിക്കുക എന്നുള്ളൊരു സംശയം നിങ്ങൾക്കിപ്പോൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ ട്രേഡിംഗ് സ്ട്രാറ്റജി സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞുതരാം. അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഇതിൻ്റെ പിന്നിലൊരു പ്രോസസ്സ് എന്ന്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ട്രേഡിംഗ് സ്റ്റൈല് നമ്മൾ ചൂസ് ചെയ്യാം. ഞാൻ മുന്നേ ഇൻട്രാഡേയും സ്വിങ്ങും ഇൻവെസ്റ്റിങ്ങും എല്ലാം ചെയ്തിരുന്നു. അവസാനം കുറേ അധികം സമയം എൻ്റെ ചിലവാക്കിയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് ഇൻട്രാഡേ എനിക്ക് പറ്റിയിട്ടുള്ള ഒരു ട്രേഡിംഗ് സ്റ്റൈൽ അല്ല എന്ന്. എനിക്ക് അതിനുള്ള സമയവും ഇല്ല, അങ്ങനെ ഇൻട്രാഡേയിൽ ഒരു ത്രൂ ഔട്ട് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരിക്കാനായിട്ടുള്ള ഒരു പേഷ്യൻസോ അല്ലെങ്കിൽ ഒരു ക്ഷമയോ എനിക്കില്ലാതെ അങ്ങനെ ഞാൻ ഇൻട്രാഡേ എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് മാറ്റി വെച്ചു. ഞാൻ സ്വിംഗ് ട്രേഡിങ്ങിലേക്കും ഇൻവെസ്റ്റിങ്ങിലേക്കുമാണ് പിന്നീട് കോൺസെൻട്രേഷൻ കൊടുത്തിട്ടുള്ളത്. മേജറായിട്ടും സ്വിംഗ് ട്രേഡുകളാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ആ ഒരു ട്രേഡിംഗ് സ്റ്റൈലിനോട് മാച്ച് ചെയ്യുന്ന ഏതെങ്കിലും ട്രേഡിംഗ് സ്ട്രാറ്റജി വേണം ചൂസ് ചെയ്യാനെന്ന് ഞാൻ ഫിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സ്വിംഗ് ട്രേഡിങ്ങിന് പറ്റിയിട്ടുള്ള സ്ട്രാറ്റജികളെ കുറിച്ച് ഞാൻ പഠിക്കാനായിട്ട് തുടങ്ങി. കുറേ അധികം സ്ട്രാറ്റജികൾ ഉണ്ടായിരുന്നു, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ അന്വേഷിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ നമ്മൾ ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സൂട്ടബിളായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് മനസ്സിലാകുന്ന അല്ലെങ്കിൽ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി നമ്മൾ ചൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രൈസ് ആക്ഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ചാർട്ടുകളിലെ പാറ്റേണുകളായിരുന്നു. അല്ല, അതിപ്പോൾ നമുക്ക് ഇൻഡിക്കേറ്റർ വെച്ച് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും, ന്യൂസുകൾ വെച്ച് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും, അവർ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ മൂവ്മെൻറ്റുകൾ നോക്കി ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനത്തെ കുറേ അധികം മെത്തേഡുകളുണ്ട്. എനിക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടും അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയത് പ്രൈസ് ആക്ഷനാണ്. ഞാൻ പറഞ്ഞു ഇത് എൻ്റെ മാത്രം ചോയ്സ് ആണെന്ന്. ഇത് എനിക്ക് വർക്കാവുന്നുണ്ട്, വേറെ ആളുകൾക്ക് ചിലപ്പോൾ വർക്കായിന്ന് വരില്ല. ഇപ്പം എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ആളും ട്രേഡിങ് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടാളും ഒരു വെബിനാർ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വെബിനാറിൽ RSI ഡൈവർജൻസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രാറ്റജീനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അത് കണ്ടപ്പോൾ എനിക്കതൊന്നും മനസ്സിലായില്ല. എനിക്കത് ഞാൻ ചെയ്യാൻ നോക്കിയപ്പോൾ എനിക്കത് വർക്കും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതേസമയം എൻ്റെ ഫ്രണ്ടിന് അത് വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ആളത് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്, ആൾക്ക് നല്ലപോലെ അത് വെച്ചിട്ട് ട്രേഡുകൾ എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ആൾക്കത് സൂട്ടബിളാണ്, എനിക്കത് സൂട്ടബിൾ ആയില്ല. അതേസമയം എനിക്ക് ഇത് സൂട്ടബിൾ ആയിട്ടുണ്ട്, ഈ പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞ സംഭവം, അത് ചിലപ്പോൾ ആൾക്ക് സൂട്ടബിൾ ആയെന്ന് വരില്ല.
അപ്പോൾ നിങ്ങൾക്കൊരു സംഭവം വർക്ക് ആവുന്നുണ്ട്, അത് വേറൊരാൾക്ക് വർക്ക് ആവുന്നില്ല എന്ന് വെച്ചിട്ട് അത് തെറ്റാണെന്നോ അത് ശരിയാവണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണോ ശരിയെന്ന് തോന്നുന്നത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് അവിടെ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു, അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ അപ്പീൽ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി നിങ്ങൾ ചൂസ് ചെയ്യുക. അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ ഫിക്സ് ചെയ്യുക, അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. പിന്നീട് അതിന് ചാടി കളിച്ചുകൊണ്ടിരിക്കാണ്ട് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അത് വെച്ച് ട്രേഡ് എടുക്കാനായിട്ട് തുടങ്ങുക. ട്രേഡുകൾ ആദ്യത്തിൽ ഇഷ്ടമാതിരി തെറ്റിക്കഴിയുമ്പോൾ നിങ്ങൾ അടുത്ത സ്ട്രാറ്റജിയിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ഒന്നീന്ന് തുടങ്ങേണ്ടി വരും. നിങ്ങൾ ചെയ്ത തെറ്റുകളൊക്കെ നിങ്ങളുടെ ഒരു പഠനമായിട്ട് നിങ്ങൾ കണക്കാക്കണം. അപ്പോൾ ചെയ്ത തെറ്റുകൾ നിങ്ങൾക്ക് ആ സ്ട്രാറ്റജിയിൽ ആ ഒരു സംഭവം ചെയ്യും, അത് തെറ്റുമ്പോൾ നിങ്ങൾ അത് പഠിക്കും, അതിനെക്കുറിച്ച് പഠിക്കും. അതേസമയം തെറ്റാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ വേറൊരു സ്ട്രാറ്റജിയിലേക്ക് ചാടിക്കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഈ ഒരു പ്രോസസ്സ് ഒന്നീന്ന് തുടങ്ങണം, സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തുടങ്ങണം. അപ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചൊക്കെ തെറ്റും. കാലങ്ങളായിട്ട് നിങ്ങൾ ആ സ്ട്രാറ്റജി യൂസ് ചെയ്ത് ഇപ്പോൾ ഒരു വർഷം യൂസ് ചെയ്ത് ഒരു വർഷം മൊത്തം തെറ്റാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കുറേ ചെയ്തിട്ടും ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് മാറ്റുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അല്ലാതെ ഒരു സ്ട്രാറ്റജി ചൂസ് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും തെറ്റിക്കഴിഞ്ഞാൽ അതൊരു പ്രശ്നമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പ്രൈസ് ആക്ഷൻ എടുത്തപ്പോൾ ഇഷ്ടംമാതിരി തവണ ആദ്യത്തിൽ തെറ്റിയിട്ടും ഞാൻ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് വീണ്ടും അത് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇത് വർക്ക് ആവാനായിട്ട് തുടങ്ങിയത്. ഈവൻ നൗ ഞാൻ പ്രൈസ് ആക്ഷൻ വെച്ച് ട്രേഡുകൾ എടുക്കുമ്പോൾ തെറ്റുമ്പോൾ ഞാൻ സ്ട്രാറ്റജി മാറ്റുകയല്ല ചെയ്യാം, അതിനെ കുറച്ചും കൂടി ഫൈൻ ട്യൂൺ ചെയ്ത് കുറച്ചുകൂടി നമ്മൾ അതിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പഠിക്കാനായിട്ടാണ് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ സ്ട്രാറ്റജീനെ ചൂസ് ചെയ്യുക. ഇനി എങ്ങനെയാണ് ഈ സ്ട്രാറ്റജി നമ്മൾ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഇതിനെ നമ്മൾ നമ്മുടെ ഒരു രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു സ്ട്രാറ്റജി എടുത്തു കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി ആ സ്ട്രാറ്റജി നമുക്ക് ക്ലിക്കായി എന്ന് വരില്ല. നമ്മൾ ഒരു വട്ടം ഒരു സ്ട്രാറ്റജി, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പ്രൈസ് ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ പ്രൈസ് ആക്ഷനിൽ ഞാൻ ഒരു 10 ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 2-3 വർക്ക് ആയിരുന്നുള്ളൂ, ബാക്കി ഒരു 6-7 തെറ്റാണ് ചെയ്യാറ്. അപ്പം അങ്ങനെ തെറ്റി തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു സ്ട്രാറ്റജി തന്നെ പോക്കാണ് മാറ്റേണ്ടി വരുന്നത്. പക്ഷെ അതല്ല ഞാൻ ചെയ്തത്. ഞാൻ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് ഈ സ്ട്രാറ്റജീനെ ഫൈൻ ട്യൂൺ ചെയ്യാനായിട്ട് തുടങ്ങി. ഓരോ സന്ദർഭങ്ങളിൽ ഈ സ്ട്രാറ്റജീനെ വ്യത്യസ്ത രീതികളിൽ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ സ്വിംഗ് ട്രേഡുകൾ എടുക്കുക, ചിലപ്പോൾ ഒരു 6-7 മാസത്തേക്കൊക്കെയുള്ള സ്വിംഗ് ട്രേഡുകൾ ഞാൻ ചിലപ്പോൾ എടുക്കാറുണ്ട്. അങ്ങനത്തെ ട്രേഡുകൾ എടുക്കുമ്പോൾ ഞാൻ ഫണ്ടമെൻ്റൽസും കുറച്ചൊക്കെ നോക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഫണ്ടമെൻ്റൽസ്, അതേമാതിരി ആ സ്റ്റോക്കിൻ്റെ മുന്നത്തെ ഒരു ഹിസ്റ്ററി, അതിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ എങ്ങനെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി ഞാൻ നോക്കാനായിട്ട് തുടങ്ങി. കാരണം ഫണ്ടമെൻ്റൽസ് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് ഫ്യൂച്ചറിൽ എങ്ങനെ ചാർട്ട് ബേസിസിലുള്ള പെർഫോമൻസിലുപരി ഫ്യൂച്ചറിൽ എങ്ങനെ കമ്പനി പെർഫോം ചെയ്യുന്നതിൻ്റെ പാസ്റ്റ് ഡാറ്റ വെച്ചിട്ട് ഞാൻ അളക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ലോങ്ങർ സ്വിംഗ് ട്രേഡുകളിൽ ഞാൻ അങ്ങനെ ചെയ്യാനായിട്ട് തുടങ്ങി. ഇനി അതേസമയം ഷോർട്ടർ സ്വിംഗ് ട്രേഡുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ബ്രേക്ക് ഔട്ടുകളുടെ സ്ട്രെങ്ത് എങ്ങനെ വരാറുണ്ട്, പണ്ടൊരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് എന്തോരം സ്ട്രെങ്ത് വരും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഒരേ സ്ട്രാറ്റജി തന്നെ നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പല സന്ദർഭങ്ങളിൽ പല പോലെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പോൾ പ്രൈസ് ആക്ഷൻ തന്നെ ഒരു സ്ട്രാറ്റജി ചൂസ് ചെയ്തു, എല്ലാ നേരവും അത് ഒരേമാതിരി തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വർക്കാവില്ല, എന്തായാലും അത് തെറ്റും. അതേസമയം നിങ്ങളൊരു സ്ട്രാറ്റജി ചൂസ് ചെയ്തു, ആ സ്ട്രാറ്റജി ഓരോ സിറ്റുവേഷനുകൾക്ക് അനുസരിച്ച് നിങ്ങളതിനെ ഫൈൻ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു സ്ട്രാറ്റജി കൂടുതൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് തുടങ്ങുക. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ പോലെ തന്നെയാണ്, നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അത് ഒരേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്താൽ ചിലപ്പോൾ വർക്കായിന്ന് വരില്ല. ട്രേഡിങ്ങിലും അത് അങ്ങനെ തന്നെയാണ്. നമ്മൾ അതിന് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കണം. നമ്മളെപ്പോഴും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഇവോൾവ് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മുടെ സ്ട്രാറ്റജീനെ ഇവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ സ്ട്രാറ്റജി വർക്കാവുള്ളൂ. നിങ്ങൾ എത്ര കോഴ്സിന് ചേർന്നാലും എത്ര അധികം യൂട്യൂബ് വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞു തന്നാൽ മനസ്സിലാവില്ല. നിങ്ങളത് ചെയ്ത് അത് തെറ്റിക്കഴിയുമ്പോൾ തെറ്റിയിട്ടേ നിങ്ങളത് ഇന്ന് പഠിക്കൂ. കണക്ക് ചെയ്യുന്ന പോലെയാണ്. ചെയ്ത് കഴിഞ്ഞാൽ തെറ്റുമ്പോഴാണ് നമുക്ക് തെറ്റിയെന്ന് മനസ്സിലാവുക. തെറ്റിയെന്ന് മനസ്സിലാവുമ്പോഴാണ് നമ്മൾ തിരുത്താനായിട്ട് ശ്രമിക്കുക. അല്ലാതെ തെറ്റുമ്പോഴേക്കും നമ്മൾ അടുത്ത മെത്തേഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും നമ്മൾ പഠിക്കില്ല. വീണ്ടും ആദ്യം തൊട്ട് ഈ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും കൂടുതൽ തെറ്റിക്കുക തന്നെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഞാനിത് കുറേയധികം കാലെടുത്ത് കുറേയധികം പൈസ കളഞ്ഞ് പഠിച്ചൊരു കാര്യമാണ്. അതാണ് ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുന്നത്. നിങ്ങൾ കുറേയധികം യൂട്യൂബ് വീഡിയോ കണ്ടോ, കുറേയധികം സ്ട്രാറ്റജികൾ പഠിക്കാൻ നോക്കിയിട്ടോ സമയം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി നിങ്ങൾ ചൂസ് ചെയ്തിട്ട് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അതിൽ ട്രേഡുകൾ എടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ നിങ്ങൾ ട്രേഡ് എടുക്കാൻ തുടങ്ങുമ്പോൾ ആ സ്ട്രാറ്റജീനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലും മനസ്സിലാവും. അല്ലാതെ നിങ്ങൾ അത് തെറ്റാൻ തുടങ്ങുമ്പോഴേക്കും അടുത്തേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു സ്ട്രാറ്റജിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് തെറ്റുകൾ പറ്റുമ്പോൾ ആ തെറ്റുകളിൽ നിന്ന് മനസ്സിലാക്കി അതിനെ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ അത് ഇപ്പോൾ തെറ്റി, അപ്പോൾ അടുത്ത വട്ടം ഇതേ സിറ്റുവേഷൻ വരുമ്പോൾ തെറ്റാണ്ടിരിക്കാൻ ഞാൻ എന്ത് മാറ്റി ചെയ്യണമെന്ന് ആലോചിച്ച് ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഫൈൻ ട്യൂൺ ചെയ്ത് എടുത്ത് നിങ്ങൾക്കതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ നല്ലൊരു സക്സസ് റേറ്റ് തരുന്ന ഒരു സ്ട്രാറ്റജി ആയിട്ട് കൺവെർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതേസമയം നിങ്ങളിതിന് മാറിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് കിട്ടില്ല. ഞാനൊക്കെ ആദ്യത്തിൽ 2-3 വർഷമൊക്കെ കുറേ അധികം സ്ട്രാറ്റജീസ് ടെസ്റ്റ് ചെയ്ത് അത് വർക്കൗണ്ടായി അടുത്തേക്ക് പോയി വീണ്ടും അടുത്തേക്ക് പോയി ഇങ്ങനെ കുറേ സമയം എൻ്റെ കളഞ്ഞിട്ടുണ്ട്. അവസാനം ഞാൻ എത്തിച്ചെന്ന സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും ആദ്യം യൂസ് ചെയ്തിട്ട് തെറ്റിപ്പോയൊരു സ്ട്രാറ്റജി ആയിരുന്നു പ്രൈസ് ആക്ഷൻ. അവിടേക്ക് തന്നെ ഞാൻ കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും എത്തി. കാരണം എനിക്കത് ഇഷ്ടമായിരുന്നു, പക്ഷെ തെറ്റിയപ്പോൾ ഞാൻ മാറ്റിയതാണ്. അവസാനം കറങ്ങിത്തിരിഞ്ഞ് ഞാൻ വീണ്ടും പ്രൈസ് ആക്ഷനിലേക്ക് എത്തി. തെറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അവസാനം അത് വർക്കായി കഴിഞ്ഞിട്ട് ഇപ്പോഴും ചില നേരത്തെ തെറ്റാറുണ്ട്. അങ്ങനെ തെറ്റുമ്പോൾ ഞാൻ അതിനെ ഫൈൻ ട്യൂൺ ചെയ്ത് ഓരോ പുതിയ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ അത് തെറ്റുമ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇത് തെറ്റാനായിട്ട് ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അടുത്ത വട്ടം ഈ ഒരു സിറ്റുവേഷൻ തന്നെ സെയിം ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെ തെറ്റാതെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഫൈൻ ട്യൂൺ ചെയ്ത് ഞാനിപ്പോൾ ഒരു തെറ്റില്ലാത്തൊരു സ്ട്രാറ്റജി ആയിട്ട് മാറ്റിയിട്ടുണ്ട്. എങ്കിലും തെറ്റുമ്പോൾ റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നമ്മളവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. തെറ്റിക്കഴിഞ്ഞാലും മാക്സിമം എൻ്റെ കയ്യിൽ നിന്ന് ഇത്ര പൈസയെ പോവുള്ളൂ എന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം. അങ്ങനത്തെ ഒരു പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റും നമ്മളവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിക്കഴിഞ്ഞാൽ തന്നെ ഇത്ര ഉള്ളൂ. അങ്ങനെ ഈ തെറ്റുകളിൽ നിന്ന് പഠിച്ചാണ് നമുക്കിത് ശരിയാക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു ഷോർട്ട് കട്ടോ മാന്ത്രിക വിദ്യയൊന്നുമില്ല. ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുക, കുറച്ചധികം കാലം അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് അതിൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തി നിങ്ങൾക്ക് നല്ലൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയ്ക്കൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.